ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ എം.എ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേയായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ഷോർട്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചക്കക്കുരു ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതും കുറച്ച് മുരിങ്ങി നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയും, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയും കൂടിയാണ് ചക്കക്കുരുവും മുരിങ്ങയും കൂടിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ചക്കക്കുരു ഞാനിവിടെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തൊലി അധികം കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം തൊലി ഒരുപാട് കളഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവുമെന്ന് കുറേ ഇതിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തൊലി കുറച്ച് കളഞ്ഞത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലധികം ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാനൊരു കൈയളവാണ് കേട്ടോ ഇടുന്നത്. ഉപ്പ് പാകത്തിന്, അതൊക്കെ അവരവരുടെ പാകത്തിന് ഇടുക. എന്നിട്ട് നമുക്കിതാ സ്റ്റവിൽ വയ്ക്കുക. ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് തേങ്ങ അരച്ചൊഴിച്ച് ബാക്കി നമുക്ക് മുരിങ്ങിയിട്ടിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് താളിക്കും കേട്ടോ. താളിക്കാണ്ട് ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വെച്ചിട്ട് കാണാം കേട്ടോ. ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ മൂടി വെച്ചു. ഇനി അതൊന്ന് വേകട്ടെ. കുറച്ച് ചോറ് വേകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മുരിങ്ങയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തേങ്ങയൊക്കെ അരച്ചിട്ട് കാണാം കേട്ടോ. നമുക്കിനി ചക്കക്കുരു നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിനൊന്ന് ഉടച്ചെടുക്കണം. നമ്മളതൊക്കെ ഉടച്ചുതാ ഈ പരുവാക്കിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കട്ടെ. ഉപ്പ് പോരാ, കുറച്ചും കൂടി ഉപ്പ് ഇട്ടു. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ നമുക്കിതിലേക്ക് തേങ്ങ ഒഴിക്കാം കേട്ടോ.
നമ്മൾ തേങ്ങ ഒഴിച്ചു. ഇനിയാണ് നമ്മൾ ഇതൊന്ന് തിളച്ച് നമുക്ക് മുരിങ്ങ ഇടാം കേട്ടോ. മുരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഈ കറി റെഡിയാവും. അപ്പോൾ പാകത്തിന് ഉപ്പും മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടവർക്ക് താളിക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുരിങ്ങയെല്ലാം നല്ലോണം ഒന്ന് കഴുകണം കേട്ടോ. മഴയൊക്കെ പെയ്തതാണ്, എന്നാലും നമ്മളത് കഴുകിയിട്ടേ ഇടുള്ളൂ. അപ്പോൾ ഇതാ ഇതിലേക്കിടാം ചക്കക്കുരും മുരിങ്ങി. ഒരു മണം വരുന്നുണ്ട് കേട്ടോ, സൂപ്പറാണ്. പിന്നെ രണ്ടും നമുക്ക് ദേഹത്തിന് നല്ലതാണല്ലോ. ചക്ക കഴിയുന്നവരും ചക്കയും ചക്കൻ്റെ കുരുവും എല്ലാം നമുക്ക് ദേഹത്തിന് നല്ലതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഈ കറി. മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് ചക്ക. ഈ കാലത്തല്ലേ ഇപ്പോൾ അത് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് അത് വേകും. ഒരു തിളച്ചാൽ തന്നെ അത് വേകും. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് എല്ലാം ഫുൾ കണ്ട് കമൻ്റ് ഒരു ഇമോജിയെങ്കിലും ഇടുക. ഒരു ലവിൻ്റെ ഒരു ഇമോജിയെങ്കിലും ഇടുക ദയവ് ചെയ്തിട്ട്. എന്നാലേ നമുക്കതിനുള്ള ഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരിക്കലും കൂടി പറയുന്ന കമൻറ്റ് എന്തെങ്കിലും ഒന്ന് ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ.